എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ബി.ജെ.പിയുടെ ഡൽഹി ആസ്ഥാനത്ത് നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം 1.5 മണിക്കൂർ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിലേറ്റവും കോറായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി പിളരും എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അതായത് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി രണ്ടായി പിളരും എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾ, അതായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം അങ്ങനെ പറയാത്ത ഒരാൾക്കാരാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ അതിന് എത്രയോ 10 അധികം ഇരട്ടിയിലെ സംഭവങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇത് ചെയ്ത ആൾക്കാർ, ഇതാരാണോ ഇവിടെ ചെയ്തത്, അവർക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി അന്ന് പറഞ്ഞ ആ വാക്കിൽ വളരെ മൈൽഡ് ഒരു സ്വരത്തിലാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. അപ്പോൾ എന്താ ഉണ്ടായത്? ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ്, അമേരിക്കയും ചൈനയും പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ മണ്ണിൽ എക്സിക്യൂട്ട് ചെയ്തത്. അതവിടെ കേട്ടെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദി പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ബീഹാർ ഇലക്ഷന് വലിയ വിജയം, അതായത് ചരിത്രത്തിൽ തന്നെ ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും തന്നെ ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിലുണ്ടായത്. അപ്പോൾ അതിനുശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതുവരെ നരേന്ദ്രമോദി പറയാത്ത ഒരു കാര്യം പറഞ്ഞു. അതായത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ രണ്ടായി പിളരും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഈ സമയത്ത് തന്നെ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. കാരണം എന്ന് വെച്ചാൽ, മാധ്യമങ്ങൾക്ക് നന്നായിട്ടറിയാം നരേന്ദ്രമോദി പറയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇൻ കേസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 10 തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡെലിവറി ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി പിളരെന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്താണെന്നില്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കേരളക്കാർക്കും കർണാടകയിലെ സൗത്ത് ഇന്ത്യൻ ആൾക്കാർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്ത. അത് ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രണ്ടായി പിളർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം തരൂർ ദുബായിൽ പോയിട്ട് വലിയ രീതിയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതായത് ഇമേർജിംഗ് കേരള, തിങ്കിങ് കേരള, അങ്ങനെ 1-2 കാര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പരിപാടി. അതിൽ ഒരു കാര്യം പറഞ്ഞു തരൂർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്ത്, അതായത് യുവാക്കളോടും രാജ്യത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ രാജ്യത്തിന് ഗുണമുള്ള ആൾക്കാർക്ക്, അത് നാട്ടിന് വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്ന ആൾക്കാർക്ക്, നാട്ടിന് വേണ്ടി, നാട്ടുകാർക്കും നാടിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അവസാനമാണോ പറഞ്ഞത്? അപ്പോൾ ഏകദേശം 1.5-2 മണിക്കൂർ സംസാരിച്ചു അദ്ദേഹം. ഈ 2 മണിക്കൂറും സംസാരിച്ച് കൂടുതലായിട്ട് കോൺഗ്രസിനെതിരെയും കേരളത്തിലെ CPM-നെതിരെയാണ് സംസാരിച്ചത്. അവർ വികസന വിരോധികളാണ് എന്നാണ് ഈ തരൂർ ഏകദേശം 2 മണിക്കൂർ പ്രസംഗത്തിൽ പറഞ്ഞത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇടതിനെ സംബന്ധിച്ചിടത്തോളം, അത് CPM-നെയല്ല, CPI-യെ സംബന്ധിച്ചിടത്തോളം, അത് ഈ PM ശ്രീ ഉണ്ടല്ലോ, PM ശ്രീ കേരളത്തിൽ നടപ്പാക്കുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്ത ആരാണ്? VD സതീശനും അവരെ കോൺഗ്രസും ലീഗും SDPI അങ്ങനെ തീവ്രവാദ മുസ്ലിം ജിഹാദി സംഘടനകളും, പിന്നെ ഇവിടുത്തെ ഇടത് നോക്കുകയാണെങ്കിൽ CPI-യും, ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള CPM മാത്രമാണ് ഇത് ഈ കേരളത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞു. അതായത് കേരളത്തിൽ വികസനം വരണം എന്നാണ് തരൂർ പറയുന്നത്. ഈ PM ശ്രീ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന്? അതായത് സാധാരണക്കാർ പഠിക്കുന്ന അതായത് പാവപ്പെട്ട ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾസിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള സൗകര്യങ്ങളില്ല. പക്ഷേ ഈ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ ബ്ലോക്കിലും ഓരോ സ്കൂൾസിനെ സെലക്ട് ചെയ്തിട്ട്, അതായത് അവിടെ ഏകദേശം 5 കോടി രൂപയാണ് കേന്ദ്രം കൊടുക്കുന്നത്. 5 കോടി രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾസൊക്കെ ഹൈ ലെവലാവും, ഹൈടെക് ആകും. അതായത് വലിയ രീതിയിൽ കാശ് കൊടുത്ത് പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂൾസിൽ പഠിക്കുന്ന ആ സ്കൂൾസും ആ പിള്ളേർ പഠിക്കുന്ന സ്കൂൾസും നമ്മുടെ സാധാരണ സ്കൂൾസും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന, PM ശ്രീ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചേഞ്ച്. അത് മുന്നിൽ കണ്ടിട്ട് തന്നെ ഈ ഭരണത്തിലിരിക്കുന്ന CPM അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അതെന്താ പറയുക, അത് നമ്മുടെ സംസ്ഥാനത്തിന് വികസനത്തിന് ഉണ്ടാകുന്ന കാര്യമാണ്, സർക്കാരിൻ്റെ കേരളത്തിലുള്ള ആൾക്കാരുടെ മക്കൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റാണ് എന്നാണ് CPM പറഞ്ഞത്. പക്ഷേ CPI, അതായത് ഈ ഭരണത്തിലിരിക്കുന്ന കൂട്ടുകക്ഷി ഇതാണ് CPI, അവർ പറഞ്ഞു വലിയ നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ നടന്നു. ഞാനൊരു കാര്യമായിട്ട്, ഈ ബിനോയ് വിശ്വത്തിൻ്റെ മകളുണ്ടല്ലോ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടീമുണ്ട്, ലീഗലായിട്ടുള്ള ടീമുണ്ട്, പുള്ളിക്കാരൊരു അഡ്വക്കേറ്റാണ്. ആ ടീമിലെ മെമ്പറാണ് ഇയാളുടെ മകൾ. ഇയാൾക്ക് അത്ര ആദർശം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മകളോട് പറയാം, ആ ടീം ഇന്ന് എത്ര മറ്റൊന്ന് പുറത്തു പോകണമെന്ന്. അത് പറയില്ല. എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ രീതിയിൽ ഞങ്ങളെന്ത് സംഭവമാണെന്ന്. ആരോട് ഈ CPI കേരളത്തിൽ
ഞാൻ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച 10 വോട്ട് കിട്ടാത്ത ടീമാണ് CPI എന്നൊക്കെ പറഞ്ഞത്. ആ CPMൻ്റെ തണലാണ് ഇവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് CPI അറിയുക? CPIൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ഇവിടെ കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ആർക്കും ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തരൂർ ഈ CPIയെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചൊക്കെ ഇവരിവിടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ആർക്ക് വേണം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്, അതായത് ഈ കോൺഗ്രസിനായാലും CPIക്കായാലും ആരും വോട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന പാർട്ടി രക്ഷിക്കുക. അതായത് നമ്മൾ വികസനം സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറ്റേ, ഇന്ത്യയിൽ വികസനം സംസാരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പം BJP മാത്രമേ ഉള്ളൂ. അപ്പോൾ തരൂർ പ്രത്യക്ഷത്തിൽ പറഞ്ഞത് BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്കറിയാം കുറേ നാളായിട്ട് തരൂരും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളല്ല, തരൂർ ഇങ്ങനെ പുറത്തു പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. തരൂരിന് ആവശ്യം എന്ന് വെച്ചാൽ ഒരു രക്തസാക്ഷിത്വ പരിവേഷമാണ്. അത് കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ പുറത്താക്കണം. പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് മുന്നിൽ കണ്ടിട്ട് ഒരിക്കലും പുറത്താക്കുന്നില്ല. നിരന്തരം, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കുടുംബാധിപത്യത്തിനെതിരെ പറഞ്ഞ ഒരാളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പേരെടുത്ത് പറയാതെ രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും മറ്റേ ഇതെല്ലാം അവരുടെ ഫാമിലി എല്ലാവർക്കും എതിരെ പരസ്യമായിട്ട് വലിയ ആർട്ടിക്കിൾ എഴുതിയ ഒരാളാണ്. ഈ അടുത്ത കാലത്ത് എഴുതിയ ആളാണ് ശശി തരൂർ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പരസ്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന് പോലും പറഞ്ഞൊരു വ്യക്തിയാണ്. അതായത് മാക്സിമം അവരെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് എന്നെ ഒന്ന് പുറത്താക്കുന്നു. പക്ഷേ കോൺഗ്രസ് അത് മുന്നിൽ കണ്ടിട്ട് ഒരിക്കലും പുറത്താക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാൻ പോവുകയാണ്. അത് ശശി തരൂരും കർണാടകയിലെ DK ശിവകുമാറും അടക്കം. നമുക്കറിയാം കർണാടകയിലെ അവസ്ഥ എന്താണെന്ന്. അതായത് 2.5 വർഷം ഒരാൾ ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യോ, പിന്നത്തെ 2.5 വർഷം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിരുന്നു കർണാടക ഇലക്ഷന് ശേഷം. പക്ഷേ ഈ നവംബർ 10-ം തീയതി ആ ഒരു 2.5 വർഷം തികഞ്ഞു. എന്നിട്ട് ശിവകുമാർ പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. പക്ഷേ കാണാൻ പോലും കൂട്ടാക്കിയില്ല ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണ്? ഈ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് മറ്റേ റോബർട്ട് വാദ്ര ഗണ്ഡിയും ചേർന്നാണ് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശിവകുമാറിനെ കാണാൻ തയ്യാറായില്ല. നേരെ മറിച്ച് ആ സമയത്ത് ഡൽഹിയിൽ പോയിട്ട് സിദ്ധരാമയ്യ ഇവരായിട്ട് ഏകദേശം 1 മണിക്കൂറോടെ സംസാരിച്ചു. അതിനുശേഷം നരേന്ദ്രമോദിക്കായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ ഭരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതായത് ഹൈക്കമാൻഡ് ശിവകുമാർ ഉടനെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നത്. പെട്ടെന്ന് ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ സിദ്ധരാമയ്യ പാർട്ടി വിടും, എല്ലാ MLA-മാരെ കൊണ്ട് പാർട്ടി വിടും. ഇനി സിദ്ധരാമയ്യ പാർട്ടി മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ശിവകുമാർ MLA-മാരെ കൊണ്ട് പാർട്ടി വിട്ടിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കും, അല്ലെങ്കിൽ BJPയുടെ സപ്പോർട്ട് കൊണ്ട് അവിടെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ സിറ്റുവേഷനാണ്. ആക്ച്വലി ഇപ്പോൾ അവിടെ കർണാടക ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ എന്ത് തന്നെയാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി BJPയുടെ ആയാലും അവർ വലിയൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് തരൂരിനായാലും DK ശിവകുമാറിനായാലും. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യും, BJPയിലോട്ട് വരണ്ട, നിങ്ങളുടെ ഇമേജിന് കോട്ടം തട്ടുകയാണെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടി മറ്റേ മതേതര പാർട്ടി എന്നൊക്കെ പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുക. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണവും ഞങ്ങൾ ചെയ്തു തരും, BJP ചെയ്തു തരും. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം തന്നെ കോൺഗ്രസ് പാർട്ടിയെ പിളർത്തിയിട്ട് അതിന് ആൾക്കാരെ മാക്സിമം കൊണ്ടുവരിക. കോൺഗ്രസ് പാർട്ടിയെ അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും മറ്റേ റോബർട്ട് വാദ്ര ഗാന്ധിയും ചേർന്ന ഒരു 4-അംഗ സംഘമാക്കി ഈ കോൺഗ്രസ് പാർട്ടിയെ മാറ്റുക. നിങ്ങൾ പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം. ഇപ്പോൾ കേരളത്തിലോട്ട് പോവാം, കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ അതിനെല്ലാവിധ സഹായങ്ങൾ ചെയ്തു തരണം. കർണാടകയിൽ ഭരണം പിടിച്ചോ, എല്ലാവിധ ഫണ്ടും ഞങ്ങൾ ചെയ്തു തരാമെന്നുള്ള ഒരു ഉറപ്പ് BJPയുടെ എന്തുകൊണ്ട് അമിത്ഷാ നരേന്ദ്രമോദിയും കൊടുത്തു എന്നുള്ളൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കലക്കി മറിക്കാൻ പോകുന്ന ഒരു നീക്കമാണ് തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളാണ് ഇപ്പോൾ BJPയാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തരൂരിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാർട്ടിയുടെ ഒരു മീഡിയ വർക്കും ഒരു എന്താ പറയണ്ട അവരെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ടീം ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലും അതിനുവേണ്ടി ആ മീഡിയ ടീമിൻ്റെ വർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് എന്നുള്ളൊരു വാർത്ത കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തു വരുന്നതിനടുത്ത് ഒരു സംശയമില്ല. അപ്പോൾ എന്തിനായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കലക്കി മറിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് തരൂരിനും DK ശിവകുമാർ, അതിലൂടെ നമ്മുടെ രാജ്യസഭയിലെ സച്ചിൻ പൈലറ്റ് ഉണ്ടാവും, ഗുലാം നബി ആസാദ് ഉണ്ടാവും, പിന്നെ മനീഷ് തിവാരി ഉണ്ടാവും. അങ്ങനെ സുപ്രധാനപ്പെട്ട കോൺഗ്രസ്സിലെ ആൾക്കാരൊക്കെ ഈ തരൂരിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരൊരു പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു ഇലക്ഷനെ ഫേസ് ചെയ്തിട്ട് NDAയുടെ ഭാഗമാകാം, ഇതൊക്കെയായിരിക്കും ഇവരുടെ പ്ലാൻ. അപ്പോൾ എന്തിനായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചു കുലുക്കാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന കേരളം, അസം, ബംഗാൾ, കേരളം, ആസാം, ബംഗാൾ, തമിഴ്നാട് ഈ 4 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വലിയ നിർണായക ശക്തിയാകാൻ പോവുകയാണ് ഈ ഒരു പാർട്ടി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു
പാർട്ടിക്ക് ഉദയം ചെയ്യാൻ പോകുകയാണ്. അതൊരു ദേശീയ പാർട്ടിയായിട്ട് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കേരളത്തിലും കർണാടകയിലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇത്ര MLA-മാരുടെ കോൺട്രിബ്യൂഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ പാർട്ടി ആ ഒരു സ്റ്റാറ്റസ് കിട്ടും. നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ എങ്ങനെ ഇവർ പുതിയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകും. അത്തരം വാർത്തകൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.